അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദൈവത്തിൻ്റെ രക്ഷയും കാരുണ്യവും അനുഗ്രഹങ്ങളും സദാസമയം നമ്മളിൽ വർഷിക്കുമാറാവട്ടെ എന്നാണ് ഇതിൻ്റെ മീനിങ്. ഞാൻ ഔലിയ മുഹമ്മദ് ഷരീഫ് മണാർക്കാട്. നമ്മുടെ കേന്ദ്ര സർക്കാർ മയക്കുമരുന്നിനെതിരെ ശക്തമായ നിയമം കൊണ്ടുവന്നിരിക്കുന്നു. രാജ്യത്ത് ക്രമാതീതമായി വരുന്ന മയക്കുമരുന്നിൻ്റെ ഉപയോഗം തടുക്കാൻ ഈ നിയമം ആവശ്യമായതുകൊണ്ട് തന്നെ ഇത് ചെറിയ തോതിൽ ഉപയോഗിക്കുന്ന ആൾ, ഇതിനു വേണ്ടി ഏജൻ്റായി ഇടനിലക്കാർ, ഇത് വിൽപ്പന നടത്തുന്നവർ എല്ലാം ഇതിൻ്റെ പരിധിയിൽ വരും. അവർക്കെല്ലാവർക്കും വധശിക്ഷ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത്തരം വിപത്തുകൾ ചെയ്യുന്നവരും അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളും അവരെ പിന്മാറ്റുക, സ്വയം മാറി നിൽക്കുക. ഇല്ല എങ്കിൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹു സാക്ഷി. ഇനി ഇതോടൊപ്പം ബലാത്കാരം, അതേപോലെ തന്നെ കൊലപാതകം, അതുപോലെ തന്നെ നമ്മെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന സമ്പത്ത് കൊള്ളയടിക്കുന്ന ആളുകൾ, അഥവാ പൊതുമുതൽ അമാനത്ത് എന്ന് പറയും. അതൊരു വ്യക്തിയുടേതായാലും ഒരു സംഘടനയുടേതായാലും ചാരിറ്റിയുടെ പേരിലായാലും രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും മതത്തിൻ്റെ പേരിലായാലും രാഷ്ട്രത്തിൻ്റെ പേരിലായാലും അവർ ഭരണാധികാരികളായാലും അവർ മതനേതാക്കളായാലും അവർ ഉദ്യോഗസ്ഥന്മാരായാലും അവർ ഭരണകർത്താക്കളായാലും അവർക്കും വധശിക്ഷ നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാം പഞ്ചായത്ത് മെമ്പറാവാൻ ശ്രമിക്കുന്നവർ തൊട്ട്, അതുപോലെ നാം ആരാധനാലയങ്ങളിൽ അതിൻ്റെ ആധികാരികമായി കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ട്രസ്റ്റുകൾ, ക്ലബ്ബുകൾ, മറ്റ് എല്ലാം കൈകാര്യം ചെയ്യുന്ന ആളുകൾ, നമ്മെ സമൂഹം വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ആ അമാനത്ത് അഥവാ പൊതുമുതൽ, അത് സംരക്ഷിക്കപ്പെടേണ്ടത് നിങ്ങളുടെ നിർബന്ധിത ബാധ്യതയാണ്. മനഃപൂർവ്വം അത്തരം കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇത് കൈകടത്തി അവർ സ്വന്തം ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്കും വധശിക്ഷ കിട്ടുമെന്ന ഉദ്ദേശത്തിൽ മാത്രം നിങ്ങൾ പഞ്ചായത്ത് മെമ്പർ മുതൽ ആരാധനാലയത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങളാവട്ടെ, ചാരിറ്റി നടത്തുന്നവരാവട്ടെ, മറ്റ് ഉദ്യോഗസ്ഥ മേഖലയിൽ കസേരയിരിക്കുന്നവരാവട്ടെ ശ്രദ്ധിക്കുക. രാജ്യത്ത് ഈ നിയമം വൈകാതെ ഇൻഷാ അല്ലാഹ് വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോവട്ടെ. ആ കറപ്ഷൻ മാറ്റേണ്ടത് നമ്മുടെ ആവശ്യമാണ്. മഹാനായ മൻമോഹൻ സിംഗിൻ്റെ വലിയൊരു ലക്ഷ്യമായിരുന്നു അഴിമതി വിരുദ്ധ ഇന്ത്യയെന്ന്. കാരണം എക്കണോമിക്സിൽ വളരെ ശാസ്ത്രലോകത്ത് തന്നെ 100-ൽ ഒരാളായ മൻമോഹൻ സിംഗിക്ക് കറക്റ്റായിട്ടറിയാം എക്കണോമി എങ്ങോട്ട് നീങ്ങും, എവിടെ പിടിച്ചു നിർത്തണമെന്ന്. അതുകൊണ്ട് തന്നെ ഈ അഴിമതിരഹിത ഇന്ത്യ ഉണ്ടായാൽ നാം ഇന്നു കാണുന്ന ഇന്ത്യയുടെ വളർച്ച കൊണ്ട് 20 വർഷം മുന്നോട്ട് പോവേണ്ടതിന് പകരം ആ കാലയളവ് നമുക്ക് 2-3 വർഷം കൊണ്ട് നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ, ആമീൻ, ആമീൻ.